ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് കത്തിക്കാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോ കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഈ തീപ്പെട്ടി വെച്ച് നമ്മൾ ഓലപ്പടക്കം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം മാക്സിമം ഇത് പിള്ളേർ തന്നെ ചെയ്യാതിരിക്കുക, പേരൻസിൻ്റെ സപ്പോർട്ടോടെ ചെയ്യുക. കാരണം ഇത് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി 4 തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. ഈ 4 തീപ്പെട്ടിയിൽ നിന്ന് നമ്മൾ ഇതുപോലത്തെ ഈ കൊള്ളികൾ നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന കൊള്ളിയിൽ നിന്ന് ഓരോ കൊള്ളി എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ നൈസായിട്ട് ഈ കെമിക്കൽ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ അപ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. എല്ലാ തീപ്പെട്ടിക്കൊള്ളിയും ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, നമ്മൾ ഇത്രയും തീപ്പെട്ടിക്കൊള്ളി ചെയ്തിട്ട് നമുക്ക് ഇത്രയും മരുന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഇത് നല്ല മിക്സ്ചറാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമുക്കിത് നല്ല പൊടിയായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നല്ല ചെറിയ പൊടിയായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഓലപ്പടക്കത്തിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ആ തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമുക്ക് ഈ പേപ്പറിൻ്റെ ഇത്രയും അളവിൽ ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവ് നമുക്ക് മതി. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫെവിക്കോളാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഫെവിക്കോൾ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വച്ചിരുന്ന ഈ പൊടിയില്ലേ, ഈ പൊടി നമുക്ക് ഇതിൻ്റെ പൊക്കത്തു കൂടെ ഒന്നിട്ട് കൊടുക്കാം. ഈ പശ ഇതിലൊക്കെ ഒന്ന് പറ്റിയൊന്ന് ഉണങ്ങാൻ വേണ്ടി നമുക്ക് ശകലം നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ മരുന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഇച്ചിരി പശ തേച്ച് കൊടുക്കാം. നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തിരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഏകദേശം. പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഫ്രണ്ട്സ്. അപ്പം നമുക്ക് അടുത്തതായി ഇതുപോലത്തെ ഒരു ഓലയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത് ഇച്ചിരി അത്യാവശ്യം ഒരു വലുതായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടുന്ന് സിസേഴ്സ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി നമുക്ക് ഏകദേശം. നമുക്കിതൊന്ന് ഇവിടുന്ന് കട്ട് ചെയ്യുക. അടുത്തായി നമുക്ക് ഈ ഓലയുടെ അറ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. നമ്മുടെ ഓലപ്പടക്കത്തിൻ്റെ ആ ഷേപ്പിലെത്തിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് മടക്കി കൊടുക്കണം. പിന്നെ ഈ മിച്ചം വരുന്ന ഭാഗം നമ്മൾ സിസേഴ്സ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ അറ്റം
ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാതെ കറക്റ്റായിട്ടിരിക്കണം. കാരണം നമ്മുടെ ഈ മരുന്ന് നമുക്ക് ഇടുമ്പോഴത്തേനും അത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരുന്ന നേരത്തെ എടുത്തു വെച്ചിരുന്ന ഈ മരുന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഏകദേശം നിറയാറായി വരുന്ന കഴിയുമ്പം നമ്മുടെ ഈ തിരി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന തിരി നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഓല വെച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ശരിക്കും നന്നായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ എൻഡ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കേക്ക് നമുക്കിതൊന്ന് കയറ്റി കൊടുക്കാം. ഇടയ്ക്കേക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നന്നായിട്ടൊന്ന് കയറ്റി കൊടുത്തിട്ട് ഇവിടെ നിന്ന് വലിച്ച്, പിന്നെ ഇവിടുത്തെ ഈ എൻഡില്ല നമുക്ക് ഈ മിച്ചം വരുന്നത്, ഇതൊന്ന് നമുക്ക് സിസേഴ്സ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓലപ്പടക്കം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാൻ പോവാണ്. ഇത് പൊട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാം. ക്യാമറ ഓൺ ആണോ? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് കത്തിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് കത്തിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. സംഭവം വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോ കാണാമെന്നാണ് പ്രതീക്ഷയിൽ. വി ആർ സൈനിങ് ഔട്ട്.